Durga Krishna, Bibin George, Vishnu Unikrishnan, Shrikant Vetyar, Amma Shobhana, Shanmugha. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടിട്ട് ഒന്ന് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് കാലിൻ്റെ പടം മറന്നു കഴിഞ്ഞാലോ ഒരു തലവേദന പോട്ടെ കോവിഡോ എന്ത് ക്ഷീണം വന്നു കഴിഞ്ഞാലും ഞാനും എൻ്റെ കുടുംബവും നേരെ ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് പ്രണവം ആയുർവേദ ഹോസ്പിറ്റൽ. അപ്പം അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ശ്രീതേട്ടനും ഡയാന ചേച്ചിയൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട്, പലപ്പോഴുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പം ഇത്രയും നീണ്ട കാലത്തെ ഒരു പ്രയത്നത്തിൻ്റെ ഈ ഒരു സക്സസിൻ്റെ കൂടെ ഭാഗമാവാൻ പറ്റി, എനിക്കും ഇതിന് ചേരാൻ പറ്റി എന്നുള്ളതിൽ എൻ്റെ വലിയൊരു സന്തോഷമാണ്. ശ്രീതേട്ടനും ഡയാന ചേച്ചിക്കും പിന്നെ പ്രണവും ഹോസ്പിറ്റലിനും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. പരിചയമാണ് പന്തോളിയെ അറിയുന്ന ആൾക്കാരാണ് സച്ചിച്ചിരിക്കുന്നതായിട്ടുള്ള ആളാണ് ശ്രീതേട്ടൻ. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തന്നെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരാൾ തൻ്റെ സ്വപ്നത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കാൻ പറഞ്ഞ നിസ്സാര കാര്യമാണ്. അത് എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇപ്പം നമ്മളൊരു കുഞ്ഞു വീടുണ്ടാക്കണമെങ്കിൽ തന്നെ എത്ര നാൾ എന്താ പറയുക അധ്വാനിക്കണം, എത്ര നാൾ നമ്മൾ അതിന് വേണ്ടി എല്ലാം കൊടുക്കണം എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പം ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കണം, അതിങ്ങനെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ അതിന് പുതിയൊരു എന്താ പറയുക ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് കഴിഞ്ഞ 18 വർഷമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം കൊണ്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും വലിയൊരു നിലയിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ഇത്രയും കാലം അതിനുവേണ്ടി വലിയ കാര്യമാണ്. അത്രയും വലിയൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഈ ദിവസത്തിൽ ഭാഗമാകാൻ സാധിച്ചത് വലിയ സന്തോഷം എൻ്റെ ഈ ഭാഗ്യമായി കരുതുകയാണ്. നമ്മുടെ എല്ലാ വിജയത്തിലും പങ്കുചേരാൻ സന്തോഷത്തോടുകൂടി ഞങ്ങളും എല്ലാവരും ഉണ്ട്. പ്രണവത്തിന് എല്ലാവിധ ആശംസകളും. പ്രണവം നേരത്തെ നമ്മുടെ MLA സൂചിപ്പിച്ച പോലെ വരും ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതിൽ പ്രണവത്തിന് നല്ലൊരു പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ശ്രീതേട്ടനാണ് വിളിക്കുന്നത്, ഡയാന ചേച്ചി എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര ആധികാരികമായിട്ട് ഈ സ്ഥലത്ത് നിന്ന് ഈ മൈക്കിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ യോഗ്യതയുള്ള ഒരാൾ ഞാനാണ് തോന്നുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഓർമ്മയിൽ ശ്രീതേട്ട ഒരു 7-8 കൊല്ലം ശ്രീതേട്ട ഇവിടെ ഒരു 7-8 കൊല്ലമായിട്ട് ഞാൻ സ്ഥിരം എല്ലാ കൊല്ലവും ഇവിടെ വന്നതല്ലേ. അതായത് പ്രണവത്തിൽ എല്ലാ കൊല്ലവും എനിക്ക് എന്തായാലും എല്ലാ കൊല്ലവും ഒരു തിരിമ് ആവശ്യമാണ്. മഴക്കാലം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തെന്നി വീഴുന്ന ഒരു സീസണാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കൊല്ലവും ഇവിടെ വരാറുണ്ട്.
ഇത്രയും വലിയൊരു സ്ഥാപനം അദ്ദേഹം തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ആരംഭഘട്ടം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ പ്ലാൻ മുതൽ ശ്രീധരൻ പറയുന്ന മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് വന്ന് ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഇത്രയും വലുതായപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ശ്രീധേട്ടനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു പെട്ടി കട അല്ലെങ്കിൽ ഒരു ചെറിയ മുറി, അവിടെ ശ്രീധേട്ടൻ ഇരുന്നാലും അവിടെയും ആളുകളുണ്ടാവും. കാരണം കൈപുണ്യം എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് ചില നേരത്ത് നമ്മുടെ അമ്മ, നമ്മുടെ ലോകത്തുള്ള എല്ലാ ഭക്ഷണവും 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിച്ചാലും നമ്മുടെ അമ്മിച്ച് ചിലപ്പോൾ ഒരു മുളകിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഉള്ളി ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ചതച്ചിട്ടുണ്ടാക്കണ ചില കറികളുണ്ടാവുമല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അത്രയും നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കാലുവേദന, എനിക്ക് പ്രത്യേകിച്ച് നടക്കുമ്പോഴൊക്കെ കുറേ കാലുവേദന ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഒഴിച്ചിൽ കഴിയുമ്പോൾ ഞാൻ അത്രയും വീണ്ടും ഒരു കൊല്ലം എനിക്ക് ഓടാനുള്ള എനർജി തരുന്ന ഒരു സ്ഥലമാണ് പ്രണവം. അതുകൊണ്ട് തന്നെ എനിക്കിത് ഹൃദയത്തിൽ നിന്ന്, ഞങ്ങളാരും ഇവിടെ ബാക്കി ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഹൃദയത്തിൽ നിന്ന് പറയാനുള്ള എൻ്റെ വാക്കുകൾ ഇത് തന്നെയാണ്. ശ്രീധേട്ട, നിങ്ങളുടെ കൈപുണ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഉള്ള നാട്ടുകാർക്ക് അറിയാം, ഇനി ലോകം മുഴുവൻ അറിയട്ടെ ഈ പ്രണവത്തിലൂടെ. സന്തോഷം, സന്തോഷം, സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു സ്ഥാപനം ഏറ്റവും നന്ദി വളർത്തി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളതിന് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉറക്കനെ നമസ്കാരം ചങ്കളെ. അതുപോലെ തന്നെ പൊളിച്ചെടുക്കാൻ പറയാനുള്ള നല്ല മൂടുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക സദസ്സാണ് അല്ലേ? എത്ര പ്രായമുള്ള ആൾക്കാരും ഒരു ജനങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് ലൗഡ് കുറിച്ചിട്ട് പറയണം. അപ്പം പ്രണവം ഡോക്ടർ ശ്രീകാന്തൊക്കെ അതുപോലെ തന്നെ ഡോക്ടറൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു. കേട്ടിട്ടുണ്ട്, ഈ 2 വ്യക്തികളെ പറ്റി ഞാൻ ആദ്യമേ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാൻ പറ്റിയത്. വിവേന്ദ്രനോട് സ്പെഷ്യൽ താങ്ക്സ്. എന്നെ ഈ പരിപാടിയിലേക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചത്, ഇവരോട് പരിചയപ്പെടുത്താൻ സാധിച്ചത് വലിയ സന്തോഷം. അപ്പം എനിക്ക് സുഹൃതമായ സ്ഥലമാണ് മാനൂർ. ഞാൻ ഈ കൊടുവള്ളി KSEB കുറച്ചു കാലം ഓഡിറ്റ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഭാഗമായി കൊടുവള്ളി KSEB കുറച്ചു കാലം ഞാൻ ജോലി ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ സ്ഥിരം പോകുന്ന റൂട്ടാണ് ഈ വഴിയാണ് സ്ഥിരം പോകാറ്. അപ്പം നമ്മുടെ സ്വന്തം സ്ഥലം തന്നെയാണ്, നമ്മുടെ അതേ നാട് തന്നെയാണ്. അപ്പം വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇത്രയും സെലിബ്രിറ്റീസും അതുപോലെ തന്നെ സിനിമ ബന്ധപ്പെട്ട ആൾക്കാരും രാഷ്ട്രീയക്കാരൊക്കെ പങ്കെടുത്ത ഇങ്ങനൊരു വേദിയിൽ ഞാൻ അടുത്ത കാലത്ത് പങ്കെടുത്തില്ല. അത്രയും പ്രൗഢമായ വേദിയിൽ അതുപോലെ സംസാരിക്കുന്ന അത്രയും പ്രൗഢമായ ആൾക്കാരായിരുന്നു. അപ്പം ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം. ഒക്കെ പ്രധാനം നമ്മുടെ മുനീർ സാഹിബ്, നമ്മുടെ കുന്നോക്കൽ MLA കിട്ടുകയും അതുപോലെ തന്നെ വിപിൻ ചോദ്യം, വിഷ്ണു ഒക്കെ എല്ലാവരും സംഘടിതമായ ഒരു പരിപാടിയാണ് നടന്നത്. പ്രത്യേകിച്ച് ഡോക്ടറോടുള്ള ആ ഒരു ബന്ധു, അതുപോലെ തന്നെ ഡോക്ടറെ നമ്മളെ വിപിൻബ്രോ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറുടെ കൈപുണ്യം അത് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കൂടുതൽ ആൾക്കാർ സ്റ്റേജിലും അതുപോലെ തന്നെ ഇവരൊക്കെ ഇരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തൊരു ആവശ്യമുണ്ടെങ്കിലും കോഴിക്കോടുകാരെന്ന രീതിയിൽ ഡോക്ടർക്ക് തീർച്ചയായും എന്നെ വിളിക്കാൻ എന്ത് രീതിയിൽ നമുക്ക് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും വേറെ പ്രത്യേകത കൊടുക്കുന്നുണ്ടെങ്കിൽ കോഴിക്കോട് ലുലു മോളിൻ്റെ ഓപ്പണിംഗ് ആണ്. 9-ാം തീയതി ഓപ്പണിംഗ്, 8-ാം തീയതി മാറ്റിയിട്ടുണ്ട്. എന്നോട് 12:30 എത്തണമെന്ന് പറഞ്ഞതാണ്. കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു, ഇനിയിപ്പം അങ്ങോട്ട് പോകാൻ കഴിയില്ല. 9:30 മണിക്ക് അവിടെ കഴിയും. എന്നാൽ നമ്മൾ ഈ പരിപാടി ഒന്നുകൂടി കളറാക്കണം, നല്ല രീതിയിൽ തന്നെ അറിയിക്കണം. അപ്പം ഇത്രമാത്രം പറയാൻ ഷാറല്ലേ സെപ്റ്റംബർ 8 ഞായറാഴ്ചയാണ്. കുറെ കല്യാണങ്ങളുള്ള ദിവസമാണ്. ഗുരുവായൂരിൽ എനിക്ക് തോന്നുന്ന റെക്കോർഡാണ് അല്ലേ, 400ഓളം കല്യാണങ്ങൾ ഗുരുവായൂരിൽ 2 ദിവസം നടക്കുകയാണ്. എന്നാലും നമ്മുടെ ഈ പ്രണവത്തിന്റെ ഉദ്ഘാടനത്തിന് എല്ലാവരും എത്താൻ കഴിഞ്ഞല്ലേ? പൊളിക്കല്ലേ കുറച്ചൊന്നും കേൾക്കുന്നില്ല, കൈയടിക്കല്ലേ, ഉഷാറാക്കെ. താങ്ക് യു. അപ്പം പൊളിച്ചടിക്കണം എന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ പോളും ലുലു മോള് പിന്നെ പോവാം. താങ്ക് യു.